ആരോഗ്യ വിദഗ്ധ ഡോക്ടർ ആരിഫ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. നമസ്കാരം ശ്രീ ഡോക്ടർ ആരിഫ. ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണങ്ങൾ നിരവധി ആയിട്ടുണ്ട്. ഈ ഒരു മാസത്തിനിടയിൽ തന്നെ ഇന്ന് ഒരു മരണം അടക്കം 6 പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ രോഗ ഉറവിടം കണ്ടെത്താത്തത് തന്നെയല്ലേ ഇതിൽ ഏറ്റവും വലിയൊരു ആശങ്കയും ഒപ്പം തന്നെ പ്രതിസന്ധിയായി നിൽക്കുന്നത്? വളരെ ശരിയാണ്. ഇതിന്റെ ഉറവിടമാണ് എന്ന് വെച്ചാൽ ഇത് ഹൈ മോർട്ടാലിറ്റി ഉള്ള ഒരു ഇൻഫെക്ഷൻ ആണ്, പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അതിന്റെ മെയിൻ സോഴ്സസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. പ്രിവെൻഷൻ ആണ് ഇസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പോലെ വേഗം കണ്ടുപിടിക്കുക, അതിന്റെ ഉറവിടം കണ്ടുപിടിക്കുക, ഏർലി ട്രീറ്റ്മെന്റ് കൊടുക്കുക. മോർട്ടാലിറ്റി 97% വരെ വരാവുന്നതാണ്. ഇപ്പോൾ ഈ ജലസ്രോതസ്സുകളിൽ നിന്നാണ് ഇത് രോഗം ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ നമുക്കറിയുന്ന പോലെ വളരെ പിഞ്ചു ഉൾപ്പെടെ ഈ രോഗം ബാധിച്ച് മരിച്ചത് നമുക്കറിയാം. അപ്പോൾ ആ കുഞ്ഞിനെന്നും എങ്ങനെയാണ് ഈ രോഗം ബാധിച്ചത് എന്നുള്ളതൊരു കണ്ടെത്തേണ്ട ഒരു കാര്യമാണല്ലോ. ഈ ജലസ്രോതസ്സിൽ എന്ന് പറയുമ്പോൾ അതിപ്പോൾ പൈപ്പിലെ വെള്ളം പോലും ഉൾപ്പെടുന്നതാണോ ഈ രോഗത്തിന്റെ ഒരു ഉറവിടമായി നമുക്ക് കരുതേണ്ടത്? പിന്നെ പൈപ്പിലെ വെള്ളം വെരി റയർ നോന്ന് വേണമെങ്കിൽ പറയാം. ഫ്രഷ് വാട്ടർ ആണ്. ഇതിപ്പം സ്വിമ്മിംഗ് പൂളിൽ പോയി സ്വിമ്മി ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് നമ്മൾ കുളിക്കണമെന്ന് പറയുന്ന അതാണ്. അതിനകത്ത് കാണാം എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് നമ്മളെ മൂക്കിൽ കൂടെയും ചെവി കൂടെയും കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് വാട്ടർ ആണ് ഇതിൻ്റെ ഉള്ളത്, സോൾട്ട് വാട്ടർ അല്ല, ഫ്രഷ് വാട്ടർ. അതുകൊണ്ട് ഇതിന്റെ ഫോഴ്സ് അതാണ്. ഇത് എവിടെ നിന്നാണ് ഈ പറഞ്ഞതുപോലെ കുഞ്ഞിനുണ്ടായിരിക്കുന്നു, 3 മാസമായോ 4 മാസമായ കുട്ടിക്ക്, അതുകൂടാതെ പ്രായമുള്ള സ്ത്രീകൾക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് സോഴ്സ് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എൻ്റെ ഒരു സംശയമാണ്, ഈ രോഗം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് കൂടുതലും ഈ വടക്കൻ കേരളത്തിലാണ്, പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട് പോലുള്ള ജില്ലകളിലാണ്. അതിലെന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ആ ഭാഗത്തുള്ളവർക്ക് ഈ രോഗം കൂടുതൽ ബാധിക്കാനുള്ളൊരു സാധ്യത എന്തായിരിക്കും? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സാധാരണ ഇത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്കാണ് കൂടുതൽ ഹയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഫ്ലെയർ അപ്പ് ചെയ്യുന്നതും മോർട്ടാലിറ്റി ഹൈ ആകുന്നതും. അല്ലാതെ വേറെ ഒന്നുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ സർക്കാരിന്റെ കണക്കിൽ ഇതിലൊരു 2 പേർ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ തന്നെ 6 പേർ മരിച്ചു എന്നുള്ളൊരു കണക്കാണ് നമുക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് അങ്ങനെയാണ്. ഇതിൽ ഈ ഒരു കണക്ക് പുറത്തുവിടാതിരിക്കുന്നതിലൂടെ എന്താണ് ആരോഗ്യവകുപ്പ് ഉദ്ദേശിക്കുന്നത്? ഇതിലൊരു ഉറവിടം കണ്ടെത്തുക അല്ലെങ്കിൽ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. വേഗം അതിന്റെ സോഴ്സസ് കണ്ടുപിടിക്കുക. അല്ലാതെ കണക്ക് തെറ്റി പറഞ്ഞത് കൊണ്ട് യാതൊന്നും നേടാൻ പോകുന്നില്ല. വളരെ നന്ദി ശ്രീ ഡോക്ടർ ആരിഫ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.